പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് മരിച്ചവരുടെ ആത്മാക്കൾ ഭൂതമായി വന്ന് മനുഷ്യരെ ഉപദ്രവിക്കുമോ എന്നതാണ്. മരിച്ചവരുടെ ആത്മാക്കളെ കുറിച്ചുള്ള മിഥ്യാധാരണകൾ ലോകമെങ്ങുമുള്ള ജനകോടികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അത് ഓരോ സ്ഥലങ്ങളിലും ദേശങ്ങളിലും വ്യത്യസ്തമാണ്. മരിച്ചവരുടെ ആത്മാക്കളെ കുറിച്ചുള്ള തെറ്റായ ചില ധാരണകൾ ഞാൻ പറയാം. ഒന്നാമതായി, മരിച്ചവരുടെ ആത്മാക്കൾ ചില ദിവസങ്ങൾ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കും. മരിച്ചവരുടെ ആത്മാക്കൾ മരണശേഷം മരിച്ച ആളിൻ്റെ ശവത്തെ എവിടെയാണ് അടക്കുകയോ ദഹിപ്പിക്കുകയോ ചെയ്യുന്നത് അതുമായി ചുറ്റിപ്പറ്റി കുറച്ച് ദിവസങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതിന് യാതൊരു ബൈബിൾ അടിസ്ഥാനവുമില്ല. കർത്താവിൻ്റെ കാലത്തും ഈ ചിന്താഗതി ഉണ്ടായിരുന്നു. ഒരാൾ മരിച്ചാൽ അവിടെ 3 ദിവസം വരെ ആത്മാവ് ശരീരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും എന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ലാസർ മരിച്ച് 4 ദിവസമായതിനു ശേഷം കർത്താവ് അവനെ ഉയർപ്പിച്ചത്. മരിക്കുന്നവർ അതാത് സമയത്ത് തന്നെ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കും എന്നതാണ് സത്യം. രണ്ടാമതായി, മരിച്ചവരുടെ ആത്മാക്കളെ കുറിച്ചുള്ള തെറ്റായ ഒരു ധാരണയെന്ന് പറയുന്നത് അകാല മരണം പ്രാപിച്ചവരുടെ ആത്മാക്കൾ അലിഞ്ഞു നടക്കും എന്നുള്ളതാണ്. തൂങ്ങി മരണം, വാഹന അപകടത്തിലുള്ള മരണം, വിഷം കഴിച്ചുള്ള മരണം, ഇങ്ങനെ പെട്ടെന്ന് മരണപ്പെടുന്നവരുടെ ആശകൾ തീരാതെയാണ് പോകുന്നതെന്നും അവരുടെ ആത്മാവിന് ശാന്തി ഉണ്ടാകുകയില്ല എന്നും അവർ ആരുടെയെങ്കിലും ശരീരത്തിൽ കയറിപ്പറ്റി വസിക്കാൻ ശ്രമിക്കും എന്നുള്ള ചിന്ത പലർക്കുമുണ്ട്. ഇതിനും യാതൊരു ബൈബിൾ അടിസ്ഥാനവുമില്ല. മരണത്തിന് അകാല മരണമോ ദുർമരണമോ എന്ന വ്യത്യാസമില്ല. ശരീരത്തിൽ നിന്നും ദേഹിയും ആത്മാവും വിട്ടുപോകുന്നതാണല്ലോ മരണം. എങ്ങനെ മരിച്ചാലും മരണശേഷം ആത്മാവ് എത്തേണ്ട സ്ഥലത്ത് അപ്പോൾ തന്നെ എത്തും. മൂന്നാമതായി, മരിച്ചവരുടെ ആത്മാക്കളെ കുറിച്ചുള്ള ഒരു തെറ്റായ ധാരണ എന്ന് പറയുന്നത് മരിച്ചവരുടെ ആത്മാക്കൾ കുടുംബത്തിലെ ആരുടെയെങ്കിലും ശരീരത്തിൽ കയറി വസിക്കും എന്നതാണ്. അങ്ങനെ സംശയം തോന്നത്തക്ക നിലയിൽ മരിച്ചവരുടെ ശബ്ദവും സ്വഭാവവും ചിലരിൽ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അത് പരേതന്റെ ആത്മാവല്ല, തികച്ചും പിശാചിന്റെ ഒരു പ്രവർത്തനമായി കാണാവുന്നതാണ്. ലോകത്തിലുള്ള ആരുടെ ശബ്ദത്തിൽ വേണമെങ്കിലും സംസാരിക്കാൻ പിശാചിന് പറ്റും. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. മരിച്ചവരുടെ ആത്മാക്കൾ ഭൂതമായി വന്ന് നമ്മളെ ഉപദ്രവിക്കുമോ എന്ന് പലർക്കുമുള്ള ഒരു സംശയമാണ്. അതിന് വളരെ വ്യക്തമായ ഞാൻ ഉത്തരം പറയുന്നു. മരിച്ചവരുടെ ആത്മാക്കൾ ഒരിക്കലും ഭൂതമായി വന്ന് നമ്മളെ ഉപദ്രവിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മരിച്ചവരുടെ ആത്മാക്കളും പിശാചുക്കളും രണ്ടും രണ്ടാണ്. മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നെ തന്നിരിക്കുന്ന ഒന്നാണ്. പിശാച് എന്ന് പറയുന്നത് വഴിപിഴച്ചു പോയ മാലാഖമാരാണ്. ദൈവം നല്ല മാലാഖമാരെ ആയിരുന്നു സൃഷ്ടിച്ചത്. പക്ഷെ ആ നല്ല മാലാഖമാരുടെ ഗണത്തിൽപ്പെട്ട ലൂസിഫർ എന്ന മാലാഖ അത് പിശാചുമായിട്ട് എതിർക്കുകയും അങ്ങനെ ദൈവമായിട്ട് എതിർക്കുകയും അങ്ങനെ ദൈവത്തോട് തെറ്റിക്കഴിഞ്ഞപ്പോൾ ഈ ലൂസിഫർ എന്ന മാലാഖ അവന്റെ കൂട്ടരും പിശാചായി പോയി എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് പിശാചുകളുടെ തലവനാണ് ലൂസിഫർ. അങ്ങനെ ലൂസിഫറും വഴിപിഴച്ച മാലാഖമാരുമാണ് പിശാചുക്കളായി മാറിയത്. അല്ലാതെ മനുഷ്യന്റെ ആത്മാവ് ഒരിക്കലും നാം വേറൊരു മനുഷ്യനിൽ ആവസിക്കുന്നതായി കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ സാധിക്കുകയുമില്ല. പക്ഷെ പിശാചുക്കൾക്ക് വേറൊരു നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ആവസിക്കാനുള്ള ശക്തി ഉണ്ട്. പിന്നെ മരിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്. മരിച്ചു കഴിഞ്ഞ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മരിക്കണത് എങ്ങനെയാണെങ്കിലും അതിപ്പോൾ ദുർമരണമാണെന്ന് പറഞ്ഞാലും സാധാരണ മരണമെന്ന് പറഞ്ഞാലും മരിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ വിധി വരികയാണ്. മരിച്ചു കഴിയുമ്പോൾ 3 സ്ഥലമാണ് ഉള്ളത്. 1 സ്വർഗം, 2 നരകം, 3 ശുദ്ധീകരണ സ്ഥലം.
നമ്മൾ നല്ല വിശുദ്ധിയോട് കൂടിയാണ് മരിക്കുന്നതെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ നേരെ നമ്മൾ സ്വർഗത്തിലോട്ട് പോകും. നമ്മൾ ഇനിയിപ്പോൾ വലിയ ദുഷ്ടനായി പാപം ചെയ്തിട്ട് പശ്ചാത്താപിക്കുകയാണ് മരിക്കുന്നതെങ്കിൽ, പശ്ചാത്താപിക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ നമ്മൾ നരകത്തിലോട്ട് പോകും. ഇനി നമ്മൾ സ്വർഗത്തിൽ പോകാനുള്ള വിശുദ്ധി നമുക്കില്ല, നമ്മൾ നരകത്തിൽ പോകാനുള്ള പാപവും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകും. ഒരു വിഭാഗക്കാർ പറയുന്നത് ശുദ്ധീകരണ സ്ഥലം എന്നത് ഒന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ശുദ്ധീകരണ സ്ഥലം സത്യത്തിലുണ്ട്. അത് ഞാനെങ്ങനെ വ്യക്തമായി പറയുന്നു എന്ന് വെച്ചാൽ, എല്ലാ ദിവസവും രാവിലെ ഞാൻ കടന്നുറങ്ങി എഴുന്നേൽക്കുന്ന സമയമാകുമ്പോൾ ധാരാളം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കാറുണ്ട്. ദൈവം എന്നെ ഒരു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സ്വർഗത്തിലോട്ട് കയറ്റിവിടുന്ന ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കഴിയുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലോട്ട് കയറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇത് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സ്വർഗത്തിൽ വിടാനുള്ള ഒരു വരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏത് വിഭാഗക്കാർ ശുദ്ധീകരണ സ്ഥലം ഇല്ല, ശുദ്ധീകരണ ആത്മാക്കളില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയില്ല. പിന്നെ ഞാൻ നേരിട്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കണ്ടിട്ടുള്ള ആളാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുമായുള്ള എൻ്റെ കൂടിക്കാഴ്ച എന്ന പ്രസംഗത്തിൽ ഞാനിത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഞാൻ കണ്ട കാര്യം അറിയണമെങ്കിൽ ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നാന്ന് വെച്ചാൽ, ഇതുവരെ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന്റെ ആത്മാവ് ഒരിക്കലും വേറെ ആരിലും ആവസിക്കുകയില്ല. പക്ഷെ പിശാചുകൾക്ക് മറ്റേത് മനുഷ്യനിൽ വേണമെങ്കിലും ആവസിക്കാനുള്ള ശക്തി ഉണ്ട്. അതുകൊണ്ട് ഏത് മരണം എങ്ങനെ മരിച്ചാലും, ദുർമരണമാണെങ്കിലും അത് തൂങ്ങി മരണമാണെങ്കിലും ഏത് തരം വിഷം കുടിച്ചുള്ള മരണമാണെങ്കിൽ പോലും ഏത് തരം രീതിയിൽ മരിച്ചാലും നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് വിശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിലോട്ട് പോകും. അതുകൊണ്ട് ദുർമരണമെന്നോ സാധാരണ മരണമോ എന്നോ ഒന്നില്ല. അതുപോലെ തന്നെ മനുഷ്യരുടെ ആത്മാക്കൾ, മരിച്ചവരുടെ ആത്മാക്കൾ ഒരു കാരണവശാലും ഒരു മനുഷ്യരിലും വന്ന് കൂടുകയുമില്ല. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.